ദൈവത്തിൻ്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ ലേഖനം 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതിനായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അത് പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വീണ്ടും നിൻ്റെ വചനമായി നിസ്സനായിരിക്കാൻ നിങ്ങൾ സഹായിച്ചതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ ആഴം ഞങ്ങൾ ഗ്രഹിപ്പിക്കണം. യേശുനാഥനെ ആമേൻ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിബിംബയായി രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. നമുക്കിതിൽ കാണുവാൻ കഴിയുന്നത്, നമ്മൾ മൂടുപടം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ അല്ലെങ്കിൽ ഹോരേബിൽ നിന്ന് ഇറങ്ങി വരുന്നതായ മോശയുടെ മുഖം ദർശിക്കുവാൻ കഴിയാതെ വണ്ണം തേജസ്സിനാൽ നിറയപ്പെട്ടപ്പോൾ ഹാലുലിയ, ആ തേജസ് മുഖാന്തരം ജനം നശിച്ചു പോകാതിരിക്കേണ്ടതിന് യേശു ഹാലുലിയ ദൈവപുത്രൻ ഹാലുലിയ മോശയോട് പറയുകയാണ്, നീ മോശയ്ക്കൊരു മൂടുപടം കൊടുക്കുക. കാരണം ആ മൂടുപടം നമ്മളുടെ ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ തേജസ് കാണുവാൻ കഴിയില്ല. തേജസ് കാണുവാൻ കഴിയുന്നില്ല. കർത്താവ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാണ്, ആ മൂടുപടം പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത ആ മൂടുപടം, കാരണം അത് ജനം ആ മുഖത്തെ തേജസ് കൊണ്ട് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ മൂടുപടം വിട്ടത്. എന്നാൽ കർത്താവിൻ്റെ വചനം 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നാം വചനം പഠിക്കുമ്പോൾ കാണുന്ന ആ മൂടുപടം മാറിപ്പോകേണ്ടത് ആവശ്യമായി. എന്നാലും നാം ഈ മൂടുപടം വിട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. കാരണം ഈ മൂടുപടം ഇങ്ങനെ ഇട്ടേക്കുന്ന ഈ മൂടുപടം പൂർണ്ണമായിട്ട് ഇങ്ങനെ മാറിയെങ്കിൽ മാത്രമേ നമ്മളെ മുഖത്തുള്ള തേജസ് കാണുവാൻ കഴിയത്തുള്ളൂ, പ്രതിബിംബിക്കത്തുള്ളൂ. സ്തോത്രം. അത് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. മറ്റൊരു ഇതുണ്ട്, പിശാച് ശത്രു പലപ്പോഴും നമ്മളെ ആ തേജസ് വെളിപ്പെടാതെ വേണം മൂടുപടം ഇടിയിക്കാൻ നോക്കും. സ്തോത്രം. എന്നാൽ നമ്മൾ അതിലകപ്പെട്ട് പോകാനിടയാവില്ല. പിശാച് ഒരിക്കലും നമ്മുടെ ആത്മീയ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ മൂടുപടം ഇടുവാൻ അനുവദിക്കരുത്. സ്തോത്രം. കാരണം പിശാചിട്ടാൽ നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ പ്രതിബിംബിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. ശത്രു കൊണ്ടുവന്ന് മൂടുപടം ഇടിയിക്കുന്നത് നാം ദൈവസന്നിധിയിൽ നമ്മുടെ തേജസ്, നമ്മുടെ ശുശ്രൂഷ ദൈവസന്നിധി വെളിപ്പെടലല്ലേ. ദൈവം നമുക്ക് നൽകുന്ന അധികാരം, അതോറിറ്റി അത് ഒരിക്കലും പ്രതിഫലിക്കരുതെന്ന് ആഗ്രഹിക്കാത്തവനാണ് പിശാച്. അതുകൊണ്ട് പിശാച് നമ്മുടെ ഏതേലും വിധത്തിൽ നമ്മൾ തകർക്കുവാൻ മൂടുപടം ഇടിയിക്കാൻ നോക്കും. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ആ മൂടുപടം എന്നേക്കുമായി മാറിപ്പോകേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ മൂടുപടം മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ തേജസ് കണ്ണാടി പോലെ, ഹല്ലേലൂയ, ആ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം തീരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ നാളുകളിൽ പിശാചിട്ട മൂടുപടം പൂർണ്ണമായി മാറണം. ദൈവം നൽകിയ മൂടുപടം മോശയ്ക്ക് കൊടുത്തത് അത് ജനം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ താഴ്വരയിൽ നിന്ന് താഴെ വന്നു കഴിഞ്ഞിട്ട് മൂടുപടം മാറ്റി എന്നാണ് എൻ്റെ ചിന്ത, എൻ്റെ അഭിപ്രായം. അപ്പോൾ പിശാച് നമ്മൾ ഒരിക്കലും മൂടുപടം ഇടരുത്. കാരണം മോശയ്ക്ക് ദൈവം കൊടുത്ത മൂടുപടം ആ തേജസ് കൊണ്ട് ജനം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ആ മൂടുപടം ഇട്ടത്. സ്തോത്രം. മാത്രമല്ല, എന്നാലും ഈ മൂടുപടം ഇടരുതെന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസായ അപ്പോസ്തലൻ പറയുന്നത്. പിശാച് ഒരിക്കലും നമുക്ക് ആ മൂടുപടം വിട്ടാൽ, ഞാനിപ്പോൾ കാണിച്ചല്ലോ, നമ്മൾ സ്കാർഫ് ഇടുമ്പോൾ നമ്മുടെ മുഖം മാറിഞ്ഞിരിക്കുന്നു. ഒരിക്കലും നാം ആരാണെന്ന് അറിയുവാനിടയായി തീരത്തില്ല. ഒരു വ്യക്തിയാണെന്ന് അറിയാം, പക്ഷെ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. പിശാച് ഈ മൂടുപടം ഇടുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാം ക്രിസ്തുവിൽ കർത്താവ് നൽകിയിരിക്കുന്ന ദൈവം നമ്മളുമേ തകർന്നിരിക്കുന്ന തേജസ് പ്രതിബിംബിച്ച് കാണാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് നമ്മളെ മൂടുപടം ഇടുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് മൂടുപടത്തെ മാറ്റിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ പ്രതിബിംബിക്കാൻ ഇടയായി തീരും. സ്തോത്രം.
അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് പ്രതിബിംബിച്ച് കാണാനാണ് ദൈവം എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ മൂടുപടം പൂർണ്ണമായി മാറുവാൻ വേണ്ടി നമുക്ക് ഈ നാളിൽ പ്രാർത്ഥിക്കാം. പിശാച് നമ്മളിട്ട മൂടുപടം പൂർണ്ണമായി മാറി ദൈവസന്നിധി കണ്ണാടി പോലെ നമ്മൾ പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിൻ്റെ തേജസ് നമ്മൾ പ്രതിബിംബിച്ച് കാണുവാൻ, ദൈവത്തിൻ്റെ ആ ശക്തി പ്രാപിപ്പാൻ ദൈവം നമ്മൾ സഹായിക്കട്ടെ. ശത്രു ഇട്ട സകല മൂടുപടവും മാറിപ്പോകാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ തലമുറകളുടെ മേലോ നമ്മൾ തുടർന്നുള്ള ശുശ്രൂഷ ജീവിതത്തിൽ മേലോ പിശാച് മൂടുപടം വിടാതിരിപ്പാൻ നാം വളരെ സൂക്ഷിക്കുകയും നമ്മൾ കെയർഫുള്ളാകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിച്ച് കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.